ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെസ്സി അല്ലാതെ പിന്നെ ആര്. ഇന്നലെ രാത്രി നടന്ന അർജന്റീന വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതില് മെസ്സിയുടെ ഒരുപാട് റെക്കോർഡുകളും അതേപോലെ തന്നെ അർജന്റീനയുടെ മുന്നോട്ടുള്ള പോരാട്ടത്തെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇന്നലെ ആള് വേൾഡ് കപ്പിൽ റെക്കോർഡ് വീണ്ടിട്ടിരിക്കുകയാണ്. ഈ ചെങ്ങായിന്റെ റെക്കോർഡ് തേടി വേണമെന്നാണ് ഈ ചെങ്ങായിന്റെ റെക്കോർഡ് തേടി പോകുന്നത്. എന്നിട്ട് ഈ റെക്കോർഡ് കിട്ടിയിട്ട് അവസാനം പറയുന്നത് എന്താണ്, എനിക്ക് റെക്കോർഡുകളൊന്നും വലിയ കാര്യമില്ല, എനിക്ക് ഓരോ കളികളുടെ വിജയമാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഇന്റർവ്യൂവിൽ. അങ്ങനെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന റെക്കോർഡ് ഇത് തകർത്തിരിക്കുകയാണ്. ആ ഒരു 9-ാം മിനിറ്റിൽ ആ ഫസ്റ്റ് പെനാൽറ്റി മിസ് ചെയ്തപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ എമ്മാതിരി ട്രോളാണ്. കഴിഞ്ഞ കളി ഹാട്രിക് അടിക്കുക ചങ്ങായാടോ, അതൊന്ന് മനസ്സിലാക്കണം. വൈകിയില്ല, ഒന്നും രണ്ടും ചാൻസുകളൊക്കെ മിസ്സായപ്പോ ഇന്ന് മെസ്സിയുടെ ദിവസമല്ല എന്ന് വിചാരിച്ചു. അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതിലല്ല കണ്ടത് മെസ്സിയെ. പിന്നെ ആ ഒരു 2 ഗോൾ, എന്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത ഗോൾ. ആ ഫസ്റ്റ് ഗോൾ കണ്ടപ്പോ ആർക്ക് മിന്നിയില്ലെങ്കിലും, ഒരു അർജന്റീന ഫാൻസിന് മിന്നിയില്ലെങ്കിലും റയൽ ഫാൻസിന് നന്നായിട്ട് മിന്നിണ്ടാവും. അമ്മാതിരി ഒരു ഗോളാണ് 2017 എൽ ക്ലാസിക്കോയില് 2-2 ടൈയിൽ പോയിക്കൊണ്ടായിരുന്ന മാച്ചാണ്. അവസാന മിനിറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ജോഡി ആൽബ ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ആരുമില്ല, ആ ബോൾ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മെസ്സി എവിടെ നിന്നാണ് അവിടെ എത്തിയെന്ന് അറിയില്ല, അതേപോലെ ഒരു ഫിനിഷ്, അതേ ഒരു ഗോളാണ് ഇന്ന് കണ്ടത്, ആ ഒരു ആദ്യ ഗോൾ. പിന്നെ പറയണ്ടല്ലോ, അവസാന മിനിറ്റുകൾ പോയപ്പോ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ന് 1-0 അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എങ്ങാനും ഓസ്ട്രിയ തിരിച്ചടിച്ച് സമനില അവസാനിക്കുന്നൊക്കെ അർജന്റീന വിരോധികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കളി 1-0 അവസാനിക്കുന്ന അർജന്റീന ഫാൻസ് വരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതേപോലെ എതിരാളികൾ വിമർശകർ വിചാരിച്ച് എങ്ങാനും സെക്കൻഡ് ഹാഫിൽ ഓസ്ട്രിയ ഒരു ഗോൾ അടിച്ചിട്ട് സമനിലയിൽ പോകുന്നുള്ള ഒരു ഇതിലേക്കാണ് ഇരിക്കേണ്ടത്. പക്ഷെ ഇവിടെ മെസ്സി എന്ന് പറയുന്ന അവരുടെ നേതാവ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. സൂചി കയറാനുള്ള ഗ്യാപ്പ് കൊടുത്താൽ ആദ്യം കൂടിയാണ് ആ ബോൾ കയറ്റിയത്. കളി കഴിയാൻ അവസാന മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് ഈ ഗോൾ പിറക്കുന്നത്. മെസ്സിയിലൂടെ ആ കൗണ്ടർ പോയിട്ട് അത് നേരെ ചെല്ലുന്ന ആൽവാരസിന്റെ ഒരു കിടിലൻ ചാൻസ് ആണ് അവരുടെ ഓസ്ട്രിയയുടെ ഗോൾ കീപ്പർ തട്ടി സേവ് ചെയ്യുന്നത്. അത് റീബൗണ്ട് വരുന്നതാണെങ്കിട്ട് പാരഡൈസിന്റെ കാലില്. പാരഡൈസ് നോക്കണോ, അവിടെ മെസ്സിക്ക് കൊടുക്കുന്ന ബോൾ, മെസ്സി അടിക്കുന്ന ഷോട്ട് ഫസ്റ്റ് ഡിഫൻഡറിന്റെ കാല് തട്ടി തിരിച്ചു വരികയാണ്. അതിന്റെ അടുത്ത ആ ഒരു റീബൗണ്ട് ഉള്ളിലേക്ക് കയറുന്നത്, സൂചി കയറ്റാനുള്ള ഗ്യാപ്പ് കൊണ്ടാണ്, അതിലൂടെയാണ് ആ ഗോൾ കയറാനുള്ള കാര്യം ആലോചിക്കുന്നത്. റീപ്ലേ കാണുമ്പോൾ അറിയുള്ളത് ആളുടെ കാലിന്റെ അടി കൂടെ പോയ ഒരു പോക്ക്. അങ്ങനെ സാക്ഷാൽ ആ ഗോള് അടി കഴിഞ്ഞിട്ട് ആ സെലിബ്രേഷൻ ഒരു ഏതോ ഒരു സാധാരണക്കാരൻ, പക്ഷെ അത് അർജന്റീനയുടെ ഒരു ജേർണലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്, ആളുടെ അടുത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ സെലിബ്രേഷൻ, ഈ ഗോൾ അടിച്ച സെലിബ്രേഷൻ, ഫസ്റ്റ് ഗോൾ തന്നെ ഇവർ അർജന്റീന പ്ലേയേഴ്സിന്റെ ആ സെലിബ്രേഷൻ ഒന്ന് കാണണം കേട്ടോ. അവര് സ്വന്തം ഗോൾ അടിച്ച പോലെയാണ്, അവരടിച്ച പോലെയാണ് ഈ മെസ്സിയുടെ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാല് മെസ്സി അവർക്ക് ആരാണ്, അതേപോലെ തന്നെ ഈ ടീം എന്താണ്. ഇതിന് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, സ്കൊളോണി എന്ന് പറയുന്ന ആ കോച്ച് ഈ ഒരു ടീമിനെ അങ്ങനെയാണ് വാർത്തെടുത്തിരിക്കുന്നത്. ഇവരുടെ കളി കണ്ട് അതേപോലെ ഇവരുടെ സെലിബ്രേഷൻ കണ്ടാൽ മതി, ഇവര് ഹഗ് ചെയ്യുന്ന കണ്ടിട്ടോ നിങ്ങൾ. മറ്റുള്ള ടീമേറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി, ഇവര് ഒന്ന് അത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ പ്ലേയേഴ്സ് ഹഗ് ചെയ്യുന്നത്. അതേപോലെ മെസ്സിയെ ആ ഗോൾ അടിച്ച ശേഷം ഇവരൊക്കെ ഒന്ന് ഹഗ് ചെയ്യുന്ന ആ സെലിബ്രേഷൻ കാണണം. എന്താ പറയല്ലേ, അവരവര് ഓരോ ഗോൾ അടിച്ച പോലെയാണ് ആ ഒരു സെലിബ്രേഷൻ. ആ ആൽമാഡ എന്ന് പറയുന്ന ചങ്ങായി ഇപ്പോഴല്ല വന്നിട്ടുള്ള ടീമിൽ, അങ്ങേരാണ് ആ ഒരു ഗോൾ ലീവ് ചെയ്യുന്നത്, ആ ബോൾ ലീവ് ചെയ്ത് പോകുന്നത്. ആ ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ മെസ്സി ബാക്കിലുണ്ടെന്ന്. അപ്പൊ ഇത് ഇത് എന്താ പറയാ, അതാണ് ആ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. ആ മദീന കൊടുക്കുന്ന പാസ് അൽമാടയ്ക്ക് വേണേൽ അടിച്ച് കളയായിരുന്നു. അവിടെയാണ് ആ ലീവ് ചെയ്തിട്ട് ആ മെസ്സിയുടെ കാലിൽ ബോൾ എത്തുന്നത്. മെസ്സി ബാക്കിലുണ്ടെന്ന് അൽമാട നോക്കിയിട്ട് പോലുമില്ല. അതാണ് ആ ടീം. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള ടീമുകളായിട്ടുള്ള വ്യത്യാസം അതാണ്, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോഴും കുറെ ആൾക്കാര് അംഗീകരിക്കാൻ തയ്യാറില്ല. ഇവര് അംഗീകരിക്കാത്തവര് ഫുട്ബോളിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ എന്താ പറയാ, ഈ ചങ്ങായിനെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ഫുട്ബോളിൽ കണ്ടിരിക്കുന്നത്. വിരോധികൾ വരെ ആശംസകളും അതേപോലെ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കുറെ ഈ എന്താ ഫാൻസ്, ഈ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ തലയിൽ കയറി നിൽക്കുന്ന കുറെ ചങ്ങായിമാരുണ്ടല്ലോ, അവർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാല് അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. റെക്കോർഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ 18 ഗോൾ, ഏറ്റവും ടോപ്പ് സ്കോർ ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന വേൾഡ് കപ്പ് തന്നെ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ പെലെയുടെ റെക്കോർഡിനൊപ്പം ഇന്നലത്തെ അവസാനത്തെ മത്സരത്തിൽ. ഇന്നിപ്പോ അതും തകർത്തിരിക്കുകയാണ്. ഇനി ഒരു അസിസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് അസിസ്റ്റും കൂടി ആയിട്ടുണ്ട്. അത് വളരെ വൈകാതെ തന്നെ, എന്താ പറയുക, വേറെ ആരും ഗോൾ അടിച്ചിട്ടില്ല. ഗോൾ അടിച്ചാൽ എല്ലാ അസിസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇന്നത്തെ ആ രണ്ടാമത്തെ ഗോളിന് മെസ്സി തന്നെയാണ് അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റും, അത് അസിസ്റ്റിൽ കൂട്ടുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് നേടിയ ഒരു പ്ലെയർ, 2 കളിയിലും 3-2 5 ഗോളുകൾ അടിക്കണം. അതേപോലെ തന്നെ 2 മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിരിക്കുകയാണ്. അപ്പോ തങ്ങൾക്ക് ആർക്കും ഗോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെ മെസ്സിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്ന പറയുന്നത്. പല ആൾക്കാരും ഇവിടെ വ്യത്യസ്തമാവുന്ന അവിടെയാണ്.
പല ടീമുകളും പല പ്ലേയേഴ്സും വ്യത്യസ്തമാക്കുന്നത് അവിടെയാണ്. എന്താ പറഞ്ഞാല് റെസ്പെക്ട് കൊടുത്താലാണ് തിരിച്ച് കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മെസ്സി അത്രമാത്രം ഇതിനൊറ്റ എക്സാമ്പിൾ അവസാനത്തെ നമ്മുടെ ഫ്രണ്ട്ലി മത്സരത്തില് മെസ്സിക്ക് ഒരു പെനാൾട്ടി കിട്ടുന്നത്. അപ്പൊ മെസ്സി ആരെയാണ് അത് അർജന്റീനയിൽ വെച്ച് അവസാന മത്സരം കളിക്കാൻ പോകുന്ന മെസ്സിയും അതേപോലെ തന്നെ ഒട്ടമെന്റിയും. അപ്പൊ ഒട്ടമെന്റിയെ പിടിച്ചിട്ട് ആ പെനാൾട്ടി എടുക്കാൻ കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ കൊടുക്കുന്ന ആ റെസ്പെക്ട് ആണ് തിരിച്ചു കിട്ടുന്നത്. അതാണ് അർജന്റീനയുടെ ആ ഒരു എന്താ പറയാ ആ മൊത്തം ഉള്ള ആ ഒരു ടീംമേറ്റ്സ് മൊത്തം മെസ്സിക്ക് കൊടുക്കുന്നത്. അതിന് എത്ര അസൂയപ്പെട്ടിട്ടും അത് കിട്ടാത്ത ആ ഒരു തന്നെയാണ് ആ ടീമിന്റെ വിജയം എന്നും ആലോചിക്കണം. കളി അതൊക്കെ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു കുടുംബമായിട്ട് നമ്മള് ഇപ്പോ രാജ്യത്തിന്റെ ഓരോ ടീമുകൾ എടുത്ത് നോക്കിയാൽ അവര് ഒരു വർഷത്തിൽ ഒരു 30 ദിവസമൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് കാണരുത്. ചിലപ്പോൾ അതിൽ പല പ്ലേയേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല ക്ലബിന് കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവര് ഒരു വർഷത്തിൽ ഒരു 10 മാസമെങ്കിലും ഒരുമിച്ച് കളിക്കുന്നതാണ്, ഒരുമിച്ച് ട്രെയിൻ ചെയ്യുന്നതാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്, ഒരുമിച്ച് പാർട്ടികൾ അങ്ങനെ ഒരുമിച്ച് ടൂറുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതേപോലൊരു ഒരു ക്ലബ്ബ് എങ്ങനെയാണ് അതേപോലെയാണ് ഇപ്പോൾ അർജന്റീന നാഷണൽ ടീം. അതിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചത് സ്കൊളോണി എന്ന് പറയുന്ന ആ ഒരു കോച്ച് തന്നെയാണ്. ആദ്യം ടീം ബിൽഡ് ചെയ്യല്ല, ആദ്യം അവരുടെ എന്താ പറയാ അവർ തമ്മിലുള്ള ബോണ്ട് അത് ബിൽഡ് ചെയ്തത്, സഹോദരന്മാരായിട്ടുള്ള ബന്ധം, ആ ഒരു ബോണ്ട് വളർത്തിയെടുക്കുക. അത് പുതിയ പുതിയ പ്ലേയേഴ്സ് വരുമ്പോൾ മദീന നോക്കിയാൽ അൽമാട നോക്കിയാൽ ഒക്കെ നോക്കിയാൽ മനസ്സിലാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ അതാണ് വിജയിക്കുന്നത്. ഫസ്റ്റ് പെനാൾട്ടി മിസ്സായത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പെനാൾട്ടി അടിച്ചിട്ട് ഹാട്രിക് നോക്കി എന്ന് പറയില്ല. 50 മിനിറ്റിലെ പെനാൾട്ടി കൂടി ഉണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് ഹാട്രിക് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. 39 വയസ്സ്, 2 ദിവസം കൂടി കഴിഞ്ഞ് 39 വയസ്സ് തികയാന്ന് ആലോചിക്കണം. 25 വയസ്സുള്ള പ്രായത്തിന്റെ കളിയാണ് കളിക്കുന്നത്. ചങ്ങായി ഗ്രൗണ്ടിൽ ബോൾ കിട്ടിയില്ലെങ്കിലും 39 തന്നെയാണ്. പക്ഷെ ബോൾ കാലിലങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് 25-ലേക്ക് കയറി വരിക. ഉഫ്, എന്റെ മോനെ, ആ ഒരു സെക്കൻഡ് ഗോളിലേക്കുള്ള റണ്ണും ആ മറഡോണ ഒരു 40 വർഷം മുമ്പ് അടിച്ച ഒരു ഗോളുണ്ട്. 5 ആളെയും വെട്ടിയിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം. അതേപോലെ 5 ആള് നോക്കി നിൽക്കുകയാണ് അവസാനത്തെ ഗോള് ആ പോസ്റ്റിനുള്ളിലേക്ക് കയറി പോകുന്നത്. ഡിഫെൻഡ് ചെയ്യാൻ വൻമതില് പണിഞ്ഞ് വല്ലാണ്ട് അങ്ങോട്ട് നോക്കി. പക്ഷെ മെസ്സിയാണ് ഇപ്പുറത്തുള്ളത്. ഇന്ന് രണ്ട് ടീമുകളുടെ കളി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമും ഏകദേശം ഒരേ ലെവലിലാണ് കളിച്ചിരിക്കുന്നത്. ഓസ്ട്രിയ ആയിക്കോട്ടെ അതുപോലെ അർജന്റീന ആയിക്കോട്ടെ, ഇവർ രണ്ടാളും സൂക്ഷ്മമായിട്ട് പാസുകളും ചെറിയ ചെറിയ പാസുകളും അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയാ ഒരു ഗോൾ വീഴുന്നുള്ളതിലേക്കാണ് കറക്റ്റ് ആയിട്ട് കളിച്ചിരിക്കുന്നത്. രണ്ട് ടീമുകളുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ടീമും ഒരേ രീതിക്കാൻ കളിച്ചിരിക്കും. പക്ഷേ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അവിടെ മെസ്സി എന്നൊരു പോരാളിയുണ്ട്. അതേപോലെ മെസ്സിക്ക് ജീവൻ കൊടുത്തും കളിക്കാനുള്ള 10 പടയാളികളുണ്ട്. ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ആ കുട്ടി റോമർ ആയിക്കോട്ടെ അതേപോലെ തന്നെ മാർട്ടിനസ് ആയിക്കോട്ടെ, ലിസാൻഡ്രോ മാർട്ടിനസ് ആയിക്കോട്ടെ, എന്താ ചങ്ങായി, എന്തുകൊണ്ടാണ് ഒറ്റമിനിറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ? ഒരു ബോൾ വിട്ടിട്ടില്ല. ബോൾ വിടുകയാണെങ്കിൽ ആളിന് വിടില്ല, ആളിന് വിടുകയാണെങ്കിൽ ബോൾ വിടില്ല. അങ്ങനത്തെ ഡിഫൻസ് ആയിരുന്നു. ആകെ എമി മാർട്ടിനസിന് ആകെ ഒരു ബോളാണ് ആ ഒരു ഫ്രീ കിക്കിൽ വന്നത്. അതാണ് ഒരൊറ്റ ഓൺ ടാർഗറ്റ്. എത്രമാത്രം ഡിഫൻസ് നല്ല പോലെയാണ്. ഇപ്പോ കളി ചിലവർ പറയും ഭയങ്കര സ്ലോ ആയിരുന്നു കളിന്ന്. അത് പറഞ്ഞാൽ വേൾഡ് കപ്പിൽ നോക്കൌട്ട് റൗണ്ടുകൾ അതേപോലെ വേൾഡ് കപ്പാണ്. ഇതിൽ സൂക്ഷിച്ച് കളിക്കണം. ഓരോ ടീമിനെതിരെ എങ്ങനെ കളിക്കേണ്ടതെന്ന് സ്കൊളോണിക്ക് നന്നായിട്ട് അറിയാം. ആ സ്കൊളോണി അത് കറക്റ്റായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിള്ളേർ കറക്റ്റായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കളി കണ്ടാൽ മനസ്സിലാൻ പറ്റും. ഈ പൂച്ച ഇങ്ങനെ ഇര പിടിക്കാൻ വേണ്ടി പതുങ്ങി നിൽക്കില്ലേ, അല്ലെങ്കിൽ പുലി ഇര പിടിക്കാൻ വേണ്ടി പതുങ്ങി നിൽക്കില്ലേ, അതേപോലെ ഇതൊരു അറ്റാക്കിങ്ങാ ആ അവസരം കിട്ടിക്കഴിഞ്ഞാല്. ഇന്ന് എനിക്ക് തോന്നുന്നു അൾജീരിയ ആ മത്സരത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ 2-3 ചാൻസുകളൊക്കെ മിസ്സായില്ലെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാട്രിക് പറഞ്ഞിട്ടുണ്ടാവും. എന്താണോ അതും മെസ്സി തന്നെയാണെന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഡീമരിയക്ക് അൽമാഡ ഒരു പരിധി വരെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഗോൺസാലസ് വന്നിട്ട് കിടിലൻ 2 ചാൻസുകളാണ് ചങ്ങായിക്ക് മിസ്സായത്. ആ സമയത്ത് ഒരു നിമിഷം ഡീമറിയെ ഞാനൊന്ന് എന്താ പറയുക വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. എന്താ പറയുക, ആ ചങ്ങായി ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണോ ഇത്ര പെട്ടെന്ന് ചങ്ങായി നിങ്ങൾ റിട്ടയർഡ് ആയി പോയത്? ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് പോകായിരുന്നില്ല? അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആ ഒരു വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ എല്ലാം ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ കളി ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെദീനയുടെ പേര് എടുത്തു പറയാം. ടാഗ്ലിഫിക്കോക്ക് പകരമായിട്ട് വന്ന ചങ്ങായി ഒരു രക്ഷയില്ല മോനെ. ഡിഫൻസിൽ അറ്റാക്കിങ്ങിൽ എമ്മാതിരി കളിയോടും. അതും ഓസ്ട്രേലിയ ഒരു പ്ലെയറിനെ ആ ഒരു വിങ്ങിലൂടെ കയറ്റി വിടാതെ, അതേപോലെ തന്നെ ബോൾ റിക്കവറി ആയിക്കോട്ടെ, അതേപോലത്തെ പാസസ് ത്രൂ പാസസുകളായിക്കോട്ടെ, ക്രിയേഷൻ ആയിക്കോട്ടെ, എന്താ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാല് എന്താ പറയാ, മൊത്തത്തിൽ ആകെ എനിക്ക് തോന്നിയ കുറച്ച് ക്ഷീണം ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നിയത് മിഡ്ഫീൽഡിനാണ്. അത് എനിക്ക് തോന്നുന്നു അതൊരു ടാക്ടിക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്താ പറഞ്ഞാല് അൾജീരിയയെ കൊണ്ട് കളിപ്പിച്ച പോലെ തന്നെ ഓസ്ട്രേലിയയെ കൊണ്ട് കളിപ്പിച്ചു. അവസാനം 2 ഗോൾ അടിച്ച് 2-0 വിജയം നേടിക്കുകയാണ്. അപ്പോ ഇനി ആട്ടത്തിനായി കാത്തിരിക്കാം. ഇനിയിപ്പോ ആ, പലവരും മാറി നിൽക്കേണ്ടി വരും. ഇനിയിപ്പോ ആകെ ആട്ടം ലയണൽ മെസ്സി വിസസ് എംബാപ്പെ ആയിരിക്കാനും ചാൻസ് കൂടുതൽ. എന്താ പറഞ്ഞാൽ എംബാപ്പെ ഇപ്പോ ഇറാഖിനെതിരെയുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോ ഗോൾ സ്കോറിങ്ങിന് വേണ്ടിയിട്ടുള്ള പട്ടികയിൽ
ഈ 39-കാരൻ മത്സരിക്കുന്നത് സാക്ഷാൽ കിലിയൻ എംബാപ്പേന്റെ കൂടെ ആയിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. 2022 ഖത്തർ വേൾഡ് കപ്പിൽ മെസ്സി അടിച്ച ഗോളുകൾ 7 ആണെങ്കിൽ 2026 വേൾഡ് കപ്പ് തുടങ്ങിയ 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ അടിച്ചു. ആണുങ്ങളുടെ റെക്കോർഡൊക്കെ തകർത്തപ്പോ അവിടെ പോയിട്ട് പെണ്ണുങ്ങളുടെ റെക്കോർഡ് ഉണ്ട്. അവിടെ മാർട്ട എന്ന് പറയുന്ന ബ്രസീലിന്റെ ഇതിഹാസം 17 ഗോളുകളാണ് വേൾഡ് കപ്പിൽ അടിച്ചിട്ടുള്ളത്. ആ റെക്കോർഡും തകർത്തിരിക്കുകയാണ് ചങ്ങായി. വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് 2489 മിനിറ്റ് കളിക്കുന്ന പ്ലെയർ എന്ന റെക്കോർഡ് വിട്ടിരിക്കുകയാണ് സാക്ഷാൽ ലയണൽ മെസ്സി. അപ്പോ ഇനി എന്തൊക്കെ റെക്കോർഡുകൾ ഉണ്ടെന്ന് ഇനി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിരയേണ്ടി വരും. ഒരുപാട് റെക്കോർഡുകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. നമുക്കപ്പോ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോകാം. സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ടീമുകളുടെ സ്റ്റാറ്റ്സ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ ഷോട്ട് ഓൺ ടാർജറ്റിൽ മാത്രം വലിയ വ്യത്യാസങ്ങൾ. 12 ഷോട്ടുകളാണ് അർജന്റീന എടുത്തിട്ടുള്ളത്. അതിൽ 3 ഓൺ ടാർജറ്റിലേക്ക് വന്നപ്പോൾ അവിടെ ഓസ്ട്രിയ 6 ഷോട്ടുകൾ, അതിൽ 1 ഓൺ ടാർജറ്റിലേക്ക്. 54% പൊസിഷൻ. അൾജീരിയക്കാരും കളിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അൾജീരിയക്കായിരുന്നു ആ കളിയിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ ഓസ്ട്രേലിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 46% പൊസിഷൻ ഉണ്ടായിരുന്നു. 539 പാസുകൾ അർജന്റീന കംപ്ലീറ്റ് ചെയ്തപ്പോൾ 440 പാസുകളാണ് ആര് ഓസ്ട്രിയ കംപ്ലീറ്റ് ചെയ്ത്. 90% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 87% പാസിംഗ് അക്യുറസി അവിടെ ഓസ്ട്രേലിയന്റെ ഭാഗത്തുണ്ടായിരുന്നു. 13 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 12 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡ്, 2 യെല്ലോ കാർഡ്, 2 ടീമിനും. എന്താ പറയുക, റഫറി അത്യാവശ്യം യെല്ലോ കാർഡുകൾ എടുത്തിട്ടേ ഇല്ല. ഫൗളുകളൊക്കെ വിളിക്കുകയാണെങ്കിൽ യെല്ലോ കാർഡ് തൊടാനേ വിട്ടിട്ടുണ്ടായിരുന്നു. 2 ടീമുകളും നല്ല നല്ല ഫൗളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോർണേഴ്സാണ് ആകെ അർജന്റീന വിൻ ചെയ്തെങ്കിൽ അവിടെ 3 കോർണേഴ്സ് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിമർശകര് വിമർശിച്ചുകൊണ്ടേയിരിക്കും. ലയണൽ മെസ്സി റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.